സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘടകമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. നിലവിലെ ഭൂനിയമ ചട്ട ഭേദഗതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമിയിലുള്ള അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ചട്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുകയെന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യം. ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥരും DMO ഓഫീസും നടത്തുന്ന നീക്കത്തിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി. പോലീസിനെതിരായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘടകമെന്ന KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. അനൈക്യമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഭൂപതിവ് ഭേദഗതിയൊക്കെ ജനദ്രോഹത്തിന്റെ ആവർത്തനമാണ്. ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമെന്നും അതിനെ കോർത്തിണക്കാൻ വേണ്ടുന്ന ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും KPCC പ്രസിഡന്റ് അടിമാലിയിൽ പറഞ്ഞു. ഈ നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ജയിക്കണം. പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കണം. എല്ലാവർക്കും സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. നേരത്തെ CPNോട് വരുന്ന വഴിക്ക് പറഞ്ഞ ഒരു തന്ത്രമുണ്ട്. അല്ലെങ്കിൽ ACC DCC പ്രസിഡന്റുമാർക്ക് സ്പെഷ്യൽ ക്യാമ്പ് നടത്തി രാഹുൽജിയും കാർഗിലും പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട്. ഭിന്നബലിറ്റിയാണ്, വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘടകം. അപ്പോൾ ഓരോരുത്തരും എനിക്കാണ് വിജയസാധ്യത. എന്നാൽ എല്ലാവരും കൂടി ആലോചിച്ച് ആർക്കാണ് കൂടുതൽ വിജയസാധ്യത എന്നുള്ളത് അനൈക്യമില്ലാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഘട്ടം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ 5 സീറ്റും ജയിക്കണം. 5 സീറ്റും ജയിക്കണം. ഇവിടുത്തെ ഭൂപതിവ് ഭേദഗതിയൊക്കെ ജനദ്രോഹത്തിന്റെ ആവർത്തനമാണ്. അതിനെതിരെയുള്ള ശക്തമായ പ്രചരണവും പ്രവർത്തനങ്ങളും എല്ലാം വേണം. ജനങ്ങൾ നമുക്ക് അനുകൂലമാണ്. അതിനെ കോർത്തിണക്കാൻ, അതിനെ ഏകോപിപ്പിക്കാൻ, അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ഫലപ്രദമായ വർക്കാണ് നമുക്ക് വേണ്ടത്. നിലവിലെ ഭൂനിയമ ചട്ട ഭേദഗതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമിയിലുള്ള അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ചട്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുകയെന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്. 2023 ഭൂനിയമ ഭേദഗതിയും ചട്ടങ്ങളിലെ അപാകതയും പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് യൂണിറ്റിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭ അംഗീകരിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്ന ചട്ടങ്ങളാണ് നിലവിൽ വരുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമിയിലുള്ള അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ചട്ടമുണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുകയെന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് പറഞ്ഞു. 2023 ഭൂനിയമ ഭേദഗതിയും ചട്ടങ്ങളിലെ അപാകതയും പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് യൂണിറ്റിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് മന്ത്രിസഭ അംഗീകരിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ ചട്ടം ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ കിട്ടാനുണ്ട്. ഇത് ആരെ പുറത്തു കൊണ്ടുവന്നെന്ന് നമുക്കറിയില്ല. ഈ ചട്ടമാണ് വരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇന്നലെ ഞങ്ങളെ ജില്ലയിലെ പ്രധാനപ്പെട്ട നമ്മുടെ മന്ത്രി പ്രിയങ്കരനായ റോഷി അസീൻ സാറും ജില്ലയിലെ LDFന്റെ നേതാക്കളും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ പോലും ഇതാണ് ചട്ടമെന്ന് അവർ തീർത്തു പറയുന്നില്ല. സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക, പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം 18-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് യൂണിറ്റിൽ കൺവെൻഷൻ നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് VS ബിജുവിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി വിഷയാവതരണം നടത്തി.
യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡയസ് പുല്ലൻ, ജില്ലാ ഓർഗനൈസർ സിബി കൊച്ചുവെള്ളാട്ട്, മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളായ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, നിസാർ വാഘവി, PV ബേബി, VC ജോൺസൺ, പ്രതീഷ് CS, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ, വനിതാ വിംഗ് ഭാരവാഹികൾ, യൂത്ത് വിംഗ് ഭാരവാഹികൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. സർക്കാർ ബോധപൂർവം ഒരു കെട്ടുകഥയിലൂടെ ഇടുക്കിയിലെ കർഷകരെ വലിയ കുരുക്കിലാക്കിയിരിക്കുകയാണെന്ന അതിജീവന പോരാട്ട വേദി ജില്ലാ ചെയർമാൻ റസാഖ് ചൂരവേലി. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികലമായ നിയമങ്ങളും ചട്ടങ്ങളും ഉപാധികളില്ലാതെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സർക്കാർ ജില്ലയിലെ കർഷകരെ ചട്ടം ഭേദഗതികളിലൂടെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ മലയോര കർഷകരെയും സംരംഭകരെയും രണ്ടാം തരം പൗരന്മാരാക്കിക്കൊണ്ടാണ് അടിച്ചേൽപ്പിക്കുന്ന വികലമായ നിയമങ്ങളും ചട്ടങ്ങളുമാണ് വരാൻ പോകുന്നതെന്നും റസാഖ് ചൂരവേലി പറഞ്ഞു. നമുക്ക് 1960 കേരള ഗവൺമെൻറ് ഉണ്ടായി, അല്ലെങ്കിൽ 57 കേരള ഗവൺമെൻറ് ഉണ്ടായി. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് വില കൊടുത്ത ഭൂമിക്കാണോ നമ്മൾ രേഖ ചോദിച്ചത്? ഇവിടെ 1900 ശേഷവും അതിനു മുൻപും പല ഘട്ടങ്ങൾ കുടിയേറ്റങ്ങൾക്ക് ഇടുക്കിയിലുണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ 1936, 42 തുടങ്ങി പല ഘട്ടങ്ങളിൽ അതാത് കാലത്തെ സർക്കാരുകളുടെ നിലനിൽപ്പിനായി നമ്മുടെ അപ്പന്മാരെ ഇങ്ങോട്ട് കയറ്റിയത് ഔദാര്യം ചെയ്തതല്ല, സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളയാങ്കുടി കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കെട്ടിട ഉടമകളെയും വസ്തു ഉടമകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സിബി കൊല്ലംകുടി അധ്യക്ഷത വഹിച്ചു. നിയമവിദഗ്ധരായ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്, അഡ്വക്കേറ്റ് ഷാജി കുര്യൻ കുടവനപ്പാട്ട്, അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ, മാധ്യമപ്രവർത്തകൻ KS ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിക്കും. പ്രസിഡന്റ് CB കൊല്ലംകുടി, ട്രഷറർ സേവ്യർ ജോസഫ്, PK മാണി, KP ഹസൻ ഫിലിപ്പ് മലയാറ്റ്, സേവ്യർ ജോസഫ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥരും DMO ഓഫീസും നടത്തുന്ന നീക്കത്തിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി നാളെ രാവിലെ 11-ന് DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആരോഗ്യമേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി മാറുന്നു. സർക്കാർ വലിയ ഇടപെടലാണ് നടത്തിവരുന്നത്. കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ജില്ലയിലെ ആരോഗ്യമേഖലയിലും വലിയ മുന്നേറ്റമുണ്ടായി. എന്നാൽ സായാഹ്ന OP പോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങൾ ജില്ലയിലെ ആശുപത്രിയിൽ നടപ്പാക്കുന്നതിൽ DMO ഓഫീസും ചില ഉദ്യോഗസ്ഥരും അലംഭാവം കാട്ടുന്നു. ഡോക്ടർമാരെയും നഴ്സുമാരെയും കൃത്യമായി നിയമിക്കുന്നില്ല. ചില ഡോക്ടർമാരുൾപ്പെടെ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നു. കൂടാതെ അശാസ്ത്രീയമായ വർക്ക് അറേഞ്ച്മെന്റിന്റെ പേരിൽ ജീവനക്കാരെ സ്ഥലം മാറ്റുന്ന പ്രവണതയുമുണ്ട്. ആശുപത്രികളിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണം. ആരോഗ്യമേഖലയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ ആശുപത്രികളിൽ എത്തുന്ന എല്ലാ രോഗികൾക്കും മതിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ DMO ഓഫീസ് അടക്കം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ അലംഭാവം കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പോൾ സായാഹ്ന OPകൾ തീരുമാനിക്കപ്പെട്ട ആശുപത്രികളിൽ സായാഹ്ന OPകൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ തന്നെ OP. വാർത്താ സമ്മേളനത്തിൽ രമേശ് കൃഷ്ണൻ, S സുധീഷ്, B അനൂപ്, ഫൈസൽ ജാഫർ, അഫ്സൽ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ ജനറേറ്റർ അഴിമതിയിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ്. LDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അഴിമതിക്കാരുടേതാണെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
കളിക്കളങ്ങൾ നിർമ്മിക്കാൻ അയ്യയ്യ ഇത് നാണക്കേട്. LDF നേതൃത്വത്തിലുള്ള പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 2022-23 സാമ്പത്തിക വർഷത്തിൽ ജനറേറ്റർ വാങ്ങിയതിലെ അഴിമതി ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പുറത്തു പോകൂ. സൂചനയാണ്. അഴിമതി വീര പ്രസിഡന്റ്. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്തിരപുരം KSEB ഗ്രൗണ്ടിൽ ആരംഭിച്ച സ്റ്റേഡിയം നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ അധ്യക്ഷത വഹിച്ചു. DKDF സംസ്ഥാന വൈസ് പ്രസിഡന്റ് SK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായിരിക്കണം ഭരണം നടക്കേണ്ടത്. പാവപ്പെട്ട ആളുകളുടെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. നമുക്ക് ഇവര് യൂത്ത് കോൺഗ്രസുകാര് ചൂണ്ടിക്കാണിക്കുന്ന അഴിമതി ഒന്ന് ചിത്തൂർവരത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ, ജനറൽ സെക്രട്ടറി സാൻജോ കല്ലാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത്, കോൺഗ്രസ് നേതാക്കളായ KJCB, PV ജോയ്, F രാജ, മാക്സിൻ ആന്റണി, ബെന്നി ഫിലിപ്പ്, രമേശ് ബാബു, വാർഡ് മെമ്പർമാരായ പ്രേമ, ആനി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, പള്ളിവാസൽ. പോലീസിനെതിരായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ജനകീയ സദസ്സ് സംഘടിപ്പിച്ച കോൺഗ്രസ്. പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCC ആഹ്വാനപ്രകാരം സംസ്ഥാനത്തൊട്ടാക്കി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായാണ് ഉപ്പുതറയിലും ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തിയത്. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തിയ പ്രവർത്തകരെ സ്റ്റേഷന് മുമ്പിൽ കമ്പിവേലി കെട്ടി പോലീസ് തടഞ്ഞു. സമാധാനപരമായി സർക്കാരിനോട് കാര്യങ്ങൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കാൻ സമരത്തിലൂടെ എത്തുന്ന പ്രവർത്തകരെ അടിച്ചമർത്താൻ നോക്കിയാൽ നടക്കില്ലെന്നും അനീതി കാണുമ്പോൾ ഉയർത്തുന്ന ശബ്ദം പോലീസിന് എന്ത് അരോചകമാണ് ഉണ്ടാക്കുന്നതെന്നും മുകേഷ് മോഹൻ ചോദിച്ചു. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇത്തരം പോലീസുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് അറിയാമെന്ന് മുകേഷ് പറഞ്ഞു. തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത നിയമ പോരാട്ടങ്ങൾ വിജയം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ദൃശ്യങ്ങൾ പുറത്തു വരാത്ത ദൃശ്യങ്ങളിൽ എത്രയോ ഇതിലും മൃഗീയമായ അക്രമങ്ങൾ ഈ കേരളത്തിൽ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ്, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, PM വർക്കി, VK കുഞ്ഞുമോൻ, സിനി ജോസഫ്, ഓമന സോദരൻ, സോണിയ ജെറി, റോജി സലിം എന്നിവർ പ്രസംഗിച്ചു. PT തോമസ്, രാജേന്ദ്രൻ മാരിയർ, CJ ജോണി, ജയരാജ്, ശാന്തമ്മ ബാബു എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കുറ്റവാളികളായ പോലീസുകാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു. KPCC മെമ്പർ ബാലൻ പിള്ള, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, ബ്ലാക്ക് പ്രസിഡന്റ് MB ജോസ്, റോയി ചാത്തനാട്ട്, തോമസ് നിരുവത്തുപറമ്പിൽ, ജോസ് പുത്തയത്ത് എന്നിവർ നേതൃത്വം നൽകി. സുജിത്തിന് നീതി ലഭ്യമാക്കണമെന്നും പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട കോൺഗ്രസ് കുമളി ചക്കുവെള്ളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും സ്റ്റേഷൻ ഉപരോധവും നടത്തി. കൊളുത്തുപാലത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷൻ പടിക്കൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയ്ക്ക് കുമളി മണ്ഡലം പ്രസിഡന്റ് PP റഹീം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനേടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ചക്കുവെള്ളം മണ്ഡലം പ്രസിഡന്റ് VV മുരളി, നേതാക്കളായ റോബിൻ കാരക്കാട്ട്, സന്തോഷ് പണിക്കർ, മണിമേഖല, ശൈലജ ഹൈദ്രാസ്, റോൺസി വർഗീസ്, റോഷൻ കണ്ണന്താനം തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ചെറിയൊരിടവേള.
ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. സ്ഥിരം ലഹരിക്കേസ് പ്രതിയായ അടിമാലി കുമ്പൻപാറ സ്വദേശി കരുതൽ തടങ്കലിലാക്കി. കുമ്പൻപാറ സ്വദേശി 32-കാരനായ മനു മണിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തടങ്കലിലാക്കിയിട്ടുള്ളത്. ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു. മയക്കുമരുന്ന് മൊത്തവിൽപ്പന കേസുകളിൽ പ്രതിയായ അടിമാലി കൂമ്പൻപാറ സ്വദേശി 32 വയസ്സുള്ള മനു മണിയെയാണ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. പോലീസിലും എക്സൈസിലുമായി ഇയാൾക്കെതിരെ നിരവധി മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട്. നർക്കോട്ടിക് നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ചേർത്ത പിറ്റ് NDPS ആക്ട് പ്രകാരമാണ് പ്രതിയെ കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPSന്റെ നിർദ്ദേശത്താൽ ഡാൻസഫ് ടീമും ഇടുക്കി DYSP രാജൻ K അരമനയുടെ പ്രത്യേക അന്വേഷണ സംഘവും അടിമാലി പോലീസ് സ്റ്റേഷൻ SHO ലൈജുമോൻ, SI ജിബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് മനുവിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു.
ഇതിനു മുമ്പ് അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 പേർക്കെതിരെ സമാന രീതിയിൽ കേസെടുത്തിട്ടുള്ളതും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ്. സിറ്റി വിഷൻ, അടിമാലി. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAക്ക് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണമൊരുക്കി. ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലായിരുന്നു സ്വീകരണ പരിപാടി നടന്നത്. സ്വീകരണ ചടങ്ങിന് KPCC പ്രസിഡന്റ് പ്രവർത്തകരോട് നന്ദി അറിയിച്ചു. നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ അടിമാലിയിലെത്തിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അടിമാലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണമൊരുക്കിയത്. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യാത്രാമധ്യേ KPCC പ്രസിഡന്റ് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിലെത്തി. ഓഫീസിൽ വെച്ചായിരുന്നു പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷന് ഹൃദ്യമായ സ്വീകരണമൊരുക്കിയത്. സ്വീകരണ ചടങ്ങിന് KPCC പ്രസിഡന്റ് പ്രവർത്തകരോട് നന്ദി അറിയിച്ചു. സ്വീകരണത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അടിമാലി കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള വലിയൊരു സാന്നിധ്യമാണ് ഇങ്ങനെയുള്ള ചെറിയ സമയത്തിന്റെ. DCC പ്രസിഡന്റ് CP മാത്യു, മുൻ MLA AK മണിയടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തന സജ്ജരാകാൻ KPCC പ്രസിഡന്റ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സിറ്റി വിഷൻ, അടിമാലി. 2022 കണ്ണൂരിൽ ഭർത്താവിന്റെ ആശ്രാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മക്കൾക്ക് അടിമാലിയിൽ സ്നേഹവീടൊരുങ്ങി. അടിമാലി 1000 ഏക്കറിലാണ് സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹഭവനം പണി കഴിപ്പിച്ചിട്ടുള്ളത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു. പോയ കാലത്തെ പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് കണ്ണൂരിൽ ആശ്രാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മക്കൾ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പുതിയ വീട്ടിലേക്ക് നടന്നു കയറി. ഇന്നു മുതൽ ഇവർക്ക് അടിമാലി 1000 ഏക്കറിൽ സുമനസ്സുകൾ തീർത്തു നൽകിയ സ്നേഹഭവനത്തിൽ അന്തിയുറങ്ങാം. ആസിഡാക്രമണത്തിൽ പരിക്കേറ്റ നിജിതയുടെ മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് അടിമാലി 200 ഏക്കറിലുള്ള പൊള്ളൽ ചികിത്സാലയമായ സ്നേഹസാന്ത്വനത്തിലെ ചികിത്സയായിരുന്നു. വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യരായിരുന്നു പാരമ്പര്യ ചികിത്സയിലൂടെ ബാലികയ്ക്ക് തുണയായത്. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും ബാലികയ്ക്കും സഹോദരനും ഇരുവർക്കും തണലായി നിന്ന വല്യമ്മയ്ക്കും കയറിക്കിടക്കാൻ സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല. തുടർന്ന് ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെ ഇവർക്ക് വീട് നിർമ്മാണത്തിനായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. 1000 ഏക്കറിലെ ഈ സ്ഥലത്താണ് സ്നേഹഭവനം ഒരുങ്ങിയിട്ടുള്ളത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു. താക്കോൽദാന ചടങ്ങിൽ മാർ ജോൺ നെല്ലിക്കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത നല്ലവരായ ഈ അടിമാലി മേഖലയിലെ വ്യക്തികൾ, നമ്മുടെ വൈദികർ, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെല്ലാം ഇവിടെയുണ്ട്. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയ നിജിതയുടെ മക്കൾ കൂമ്പൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം നടത്തുന്നത്. പെൺകുട്ടിയുടെ സഹോദരൻ വയനാട്ടിലും പഠനം നടത്തുന്നു. ജോർജ് ഫിലിപ്പ് വൈദ്യർക്കൊപ്പം കൂമ്പൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടി നേതൃത്വത്തിലാണ് വിവിധ സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹവീടിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത്. മുൻ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് തറക്കല്ലിട്ടായിരുന്നു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ ഫർണിച്ചറുകളും ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും PTA സഹകരണത്തോടെയാണ് വാങ്ങി നൽകിയത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ റഫറൻസ് ഡോക്ടർ C പ്രദീപ CMC അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, മുൻ MLA AK മണി, വീട് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. സിറ്റി വിഷൻ, അടിമാലി. SYS അടിമാലി സോണിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13 നടക്കുന്ന മദ്ഹൂ റസൂൽ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചാരണ യാത്രകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. 13 നടക്കുന്ന മദ്ഹൂ റസൂൽ കോൺഫറൻസ് സമ്മേളനം മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി TK അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്യും.
SYS അടിമാലി സോണിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13 നടക്കുന്ന മദ്ഹൂർ റസൂൽ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ യാത്രകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. ഉടുമ്പന്നൂരിൽ നിന്നാരംഭിച്ച യാത്ര വണ്ണപ്പുറത്ത് സമാപിച്ചു. നാളെ കഞ്ഞിക്കുഴിയിൽ നിന്നാരംഭിക്കുന്ന യാത്ര ഉപ്പുതറയിലും സെപ്റ്റംബർ 11 തൂക്കുപാലത്ത് നിന്നാരംഭിക്കുന്ന യാത്ര മൂന്നാറിലും സമാപിക്കും. സെപ്റ്റംബർ 12 ആനച്ചാലിൽ നിന്നാരംഭിക്കുന്ന യാത്ര വാളറയിലും സെപ്റ്റംബർ 13 വെള്ളത്തൂവിലിൽ നിന്ന് തുടങ്ങുന്ന യാത്ര അടിമാലിയിലും എത്തിച്ചേരും. വിവിധ കേന്ദ്രങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF ജില്ലാ സോൺ യൂണിറ്റ് നേതാക്കൾ സംസാരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രോഗ്രാമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെപ്റ്റംബർ മാസം 13-ാം തീയതി അടിമാലിയിൽ നടത്തപ്പെടുന്ന മദ്ഹൂർ റസൂൽ കോൺഫറൻസ്. ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്നേഹലോകം എന്ന പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനിൽ സെപ്റ്റംബർ 13 അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് മദ്ഹൂർ റസൂൽ കോൺഫറൻസ് നടക്കുന്നത്. KHM യൂസഫ് മൗലവി പതാക ഉയർത്തും. സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ബാഗവി അധ്യക്ഷത വഹിക്കും. സമ്മേളനം മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി TK അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്യും. റാഫി അഹ്സനി കാന്തപുരം മദ്ഹൂർ റസൂൽ പ്രഭാഷണം നടത്തും. KM സുബൈർ അഹ്സനി അനുമോദന പ്രസംഗവും അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവാർഡ് വിതരണവും നിർവഹിക്കും. അടിമാലി ടൗൺ ചീഫ് ഇമാം മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി ആമുഖ പ്രഭാഷണം നടത്തുമെന്നും CP മുഹമ്മദ് മുസ്തഫ അഹ്സനി, സൽ സബീൻ, ബഷീർ പെരിങ്ങാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘടകമെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. നിലവിലെ ഭൂനിയമ ചട്ട ഭേദഗതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമിയിലുള്ള അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ചട്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുകയെന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യം. ജില്ലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥരും DMO ഓഫീസും നടത്തുന്ന നീക്കത്തിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി. പോലീസിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.